അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ ഓതുന്നവർക്കും അത് കേൾക്കുന്നവർക്കുമൊക്കെ മഹത്തായ ഒരു സുന്നത്താണ് തിലാവത്തിൻ്റെ സുജൂദ് എന്ന് പറയുന്നത്. ഖുർആനിൽ മൊത്തം 15 സുജൂദുകളുണ്ട്. അതിലൊന്ന് ശുക്രിൻ്റെ സുജൂദും ബാക്കി 14 തിലാവത്തിൻ്റെ സുജൂദുമാണ്. ഈ സുജൂദുകളൊക്കെ ചെയ്യൽ മഹത്തായ സുന്നത്താണ്. ഇബ്ലീസിനെ അത്യധികം വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ സുജൂദുകളൊക്കെ ചെയ്യുക എന്നുള്ളത്. അത് നമസ്കാരത്തിലാണെങ്കിലും മഹത്തായ സുന്നത്താണ്. പക്ഷേ ശുക്രിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. നമുക്ക് തിലാവത്തിൻ്റെ സുജൂദുകൾ 14 ഉണ്ട് ഖുർആനിൽ. ഒന്ന് ശുക്രിൻ്റെ സുജൂദും ഷാഫിഈ മദ്ഹബ് പ്രകാരം. അപ്പം ഒരാൾ തിലാവത്തിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യുന്നത് പോലെ ശുക്രിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഈ തിലാവത്തിൻ്റെ സുജൂദിൽ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത്, നിസ്കാരത്തിലാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലാത്തപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അത് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ തിലാവത്തിൻ്റെ സുജൂദുകളെ ഓർഡറിൽ നമുക്ക് പറഞ്ഞു പോകാം. ഒന്നാമത്തെ തിലാവത്തിൻ്റെ സുജൂദ്, അതായത് 9-ാമത്തെ ജുസ്ഇൽ സൂറത്തുൽ അഅറാഫിലെ 206-ാമത്തെ ആയത്താണ്. ഇന്നല്ലദീന ഇൻദ റബ്ബിക എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. അത് പൂർണ്ണമായി ഓതിക്കഴിഞ്ഞാൽ അവിടെ തിലാവത്തിൻ്റെ സുജൂദ് മഹത്തായ സുന്നത്താണ്. രണ്ടാമത്തത് 13-ാമത്തെ ജുസ്ഇൽ സൂറത്തുർ റഅദിലെ 15-ാമത്തെ ആയത്താണ്. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. അത് പൂർണ്ണമായി ഓതിക്കഴിഞ്ഞാൽ അവിടെയും തിലാവത്തിൻ്റെ സുജൂദ് മഹത്തായ സുന്നത്താണ്. മൂന്നാമത്തെ തിലാവത്തിൻ്റെ സുജൂദ് വരുന്നത് 14-ാമത്തെ ജുസ്ഇൽ സൂറത്തുൻ നഹ്ലിലാണ്. സൂറത്തുൻ നഹ്ലിലെ 50-ാമത്തെ ആയത്ത്. ആ ആയത്ത് ഓതി പൂർണ്ണമായാലാണ് തിലാവത്തിൻ്റെ സുജൂദ് നമ്മൾ ചെയ്യേണ്ടത്. ആ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ വര വരുന്നത് 49-ാമത്തെ ആയത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 50-ാമത്തെ ആയത്ത് ഓതി പൂർണ്ണമായാലാണ് നമ്മൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. നാലാമത്തെ തിലാവത്തിൻ്റെ സുജൂദ് വരുന്നത് 15-ാമത്തെ ജുസ്ഇൽ സൂറത്തുൽ ഇസ്രായിലാണ്. സൂറത്തുൽ ഇസ്രായിലെ 107-ാമത്തെ ആയത്ത്. കുൽ ആമിനു ബിഹി ഔലാ തുഅ്മിനു എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. അത് പൂർണ്ണമായി കഴിഞ്ഞാൽ അവിടെയും തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. അഞ്ചാമത്തെ തിലാവത്തിൻ്റെ സുജൂദ് വരുന്നത് 16-ാമത്തെ ജുസ്ഇലെ സൂറത്തു മറിയമിലാണ്. സൂറത്തുൽ മറിയമിലെ 58-ാമത്തെ ആയത്ത്. ഉലായിക്കല്ലദീന അൻഅമല്ലാഹു അലൈഹിം എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. അത് പൂർണ്ണമായി ഓതിക്കഴിഞ്ഞാൽ അവിടെയും തിലാവത്തിൻ്റെ സുജൂദ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആറാമത്തെ തിലാവത്തിൻ്റെ സുജൂദ് വരുന്നത് 17-ാമത്തെ ജുസ്ഇൽ സൂറത്തുൽ ഹജ്ജിലാണ്. സൂറത്തുൽ ഹജ്ജിൽ 2 തിലാവത്തിൻ്റെ സുജൂദുണ്ട്. അതിൽ ഒന്നാമത്തത് 18-ാമത്തെ ആയത്താണ്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. അത് പൂർണ്ണമായി ഓതിക്കഴിഞ്ഞാൽ അവിടെ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അതുപോലെ തന്നെ 7-ാമത്തെ തിലാവത്തിൻ്റെ സുജൂദും സൂറത്തുൽ ഹജ്ജിലാണ്. നമ്മൾ പറഞ്ഞു 2 തിലാവത്തിൻ്റെ സുജൂദ് സൂറത്തുൽ ഹജ്ജിലുണ്ട് എന്ന്. അതിലെ 77-ാമത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു ർക്കഉ വസ്ജുദു എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. ആ ആയത്ത് പൂർണ്ണമായി ഓതിക്കഴിഞ്ഞാലും തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൽ മഹത്തായ സുന്നത്താണ്. ഇനി 8-ാമത്തെ തിലാവത്തിൻ്റെ സുജൂദ് വരുന്നത് 19-ാമത്തെ ജുസ്ഇലാണ്. സൂറത്തുൽ ഫുർഖാനിലെ 60-ാമത്തെ ആയത്ത്. വഇദാ ഖീല ലഹും ഉസ്ജുദു എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. അത് പൂർണ്ണമായി ഓതിക്കഴിഞ്ഞാലും തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. 9-ാമത്തെ തിലാവത്തിൻ്റെ സുജൂദ് വരുന്നത് സൂറത്തു നംലിലാണ്. അതും 19-ാമത്തെ ജുസ് ആണ്. അല്ലാ യസ്ജുദു ലില്ലാഹില്ലദി യുഖ്രിജു എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. അത് പൂർണ്ണമായി ഓതി അതിൻ്റെ ശേഷമുള്ള 26-ാമത്തെ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അവിടെ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. 10-ാമത്തെ തിലാവത്തിൻ്റെ സുജൂദ് വരുന്നത് 21-ാമത്തെ ജുസ്ഇൽ സൂറത്തു സജദയിലാണ്. സൂറത്തു സജദയിലെ 15-ാമത്തെ ആയത്ത്. ഇന്നമാ യുഅ്മിനു ബി ആയാത്തിനല്ലദീന ഇദാ ദുക്കിറു ബിഹ എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. ആ ആയത്ത് ഓതി പൂർണ്ണമായി കഴിഞ്ഞാൽ അവിടെയും തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. 11-ാമത്തെ തിലാവത്തിൻ്റെ സുജൂദ് വരുന്നത് 24-ാമത്തെ ജുസ്ഇലെ സൂറത്തു ഫുസ്സിലത്തിലാണ്. സൂറത്തു ഫുസ്സിലത്തിലെ 38-ാമത്തെ ആയത്ത്. 38-ാമത്തെ ആയത്ത് ഓതി പൂർണ്ണമായി കഴിഞ്ഞാൽ അവിടെയും നമ്മൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. 12-ാമത്തെ തിലാവത്തിൻ്റെ സുജൂദ് വരുന്നത് സൂറത്തു നജ്മിലാണ്. സൂറത്തു നജ്മ് എന്ന് പറയുന്നത് 27-ാമത്തെ ജുസ്ഇലാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്താണ് ഫസ്ജുദു ലില്ലാഹി വഅബ്ദു. 62-ാമത്തെ ആയത്ത്. ആ ആയത്ത് ഓതി കഴിഞ്ഞാലും തിലാവത്തിൻ്റെ സുജൂദ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. 13-ാമത്തെ തിലാവത്തിൻ്റെ സുജൂദ് വരുന്നത് അവസാനത്തെ ജുസ്ഇലാണ്. 30-ാമത്തെ ജുസ്ഇൽ സൂറത്തുൽ ഇൻഷിഖാഖിലെ 21-ാമത്തെ ആയത്ത്. വൈദാ ഖുരിയ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ എന്ന സൂറത്തുൽ ഇൻഷിഖാഖിലെ 21-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ആ ആയത്ത് ഓതി കഴിഞ്ഞാൽ നമ്മൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യണം. 14-ാമത്തെ തിലാവത്തിൻ്റെ സുജൂദ് വരുന്നത് ഖുർആനിലെ ആദ്യത്തെ അധ്യായം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്ന് തുടങ്ങുന്ന ആ സൂറത്തിലെ അതിൽ അവസാനത്തെ ആയത്താണ് 19-ാമത്തെ ആയത്ത്. കല്ല ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. 30-ാമത്തെ ജുസ്ഇലാണ്. സൂറത്തുൽ അലക്കിലെ അവസാനത്തെ ആയത്ത്. ആ ആയത്ത് ഓതി കഴിഞ്ഞാലും തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൽ മഹത്തായ സുന്നത്താണ്.
ഇപ്പോൾ 14 തിലാവത്തിൻ്റെ സുജൂദുകൾ നമ്മൾ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ശുക്രിൻ്റെ സുജൂദാണ്. ഷാഫിഈ മദ്ഹബ് പ്രകാരം ഇത് ശുക്രിൻ്റെ സുജൂദാണ്. ഇത് നിസ്കാരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. 23-ാമത്തെ ജുസ്ഇലെ സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്ത് ഖാല ലഖദ് ളലമക ബിസുആലി എന്ന് തുടങ്ങുന്ന ആ ആയത്ത് ശുക്രിൻ്റെ സുജൂദാണ്. ഇനി തിലാവത്തിൻ്റെ സുജൂദ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നിസ്കാരത്തിലാണ് ഖുർആൻ ഓതുന്നതെങ്കിൽ അതിൻ്റെ ഇടയിൽ ഈ ആയത്തുകൾ വന്നാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഒരൊറ്റ സുജൂദ് ചെയ്ത് ആ ദിക്ർ ചൊല്ലി നേരെ നൃത്തത്തിലേക്ക് തന്നെ വന്നാൽ മതി. പക്ഷേ നിസ്കാരത്തിലല്ലാത്തപ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യാൻ കുറച്ച് നിബന്ധനകളുണ്ട്. ഒന്ന്, ശുദ്ധി ഉണ്ടായിരിക്കണം, ഖിബലക്ക് മുന്നിടണം, ഔറത്ത് മറക്കണം, നിയ്യത്ത് വേണം. ഞാൻ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. തക്ബീറത്തുൽ ഇഹ്റാം, അതായത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടണം, സുജൂദ് ചെയ്യണം, എഴുന്നേറ്റ് ഒരു സലാം വീട്ടണം. ഇത്ര മാത്രമേ നിർബന്ധമായ കാര്യമുള്ളൂ. ഇനി അതിൽ കുറച്ച് സുന്നത്തുകളുമുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ കെട്ടണം. അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നിസ്കാരത്തിലല്ലാത്ത സമയത്താണ് പറയുന്നത്, കൈ കെട്ടണം. അതുപോലെ തന്നെ സുജൂദിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ തക്ബീർ ചൊല്ലണം. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോവുക, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുത്തത്തിലേക്ക് തന്നെ വരിക. അതുപോലെ തന്നെ സുജൂദിൽ സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ ദിക്ർ ചൊല്ലൽ മഹത്തായ സുന്നത്താണ്. ഇതാണ് തിലാവത്തിൻ്റെ സുജൂദിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ. അത് നിസ്കാരത്തിലാണെങ്കിലും നിസ്കാരത്തിൻ്റെ പുറത്താണെങ്കിലും. തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 4 തവണ പറഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ യാത്രക്ക് പോകുന്ന സമയത്ത് ട്രെയിനിലോ ബസ്സിലോ ഒക്കെ ഇരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിമാനത്തിലിരുന്ന് ഖുർആൻ ഓതുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഒരു പക്ഷേ സുജൂദ് ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ തിലാവത്തിൻ്റെ സുജൂദിന് പകരം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 4 തവണ ചൊല്ലിയാൽ മതി. അതിന് പകരമാകും. ഇൻഷാ അല്ലാഹ് പരമാവധി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സുകളിലൂടെ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ അവൻ്റെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.